താങ്ക്സ് ടു ജെയിൻ യൂണിവേഴ്സിറ്റി ആൻഡ് മനോരമ ഓൺലൈൻ. എപ്പോഴും ഇവർ ചേർന്ന് ഓരോ പ്രോഗ്രാം ചെയ്യുന്നത് വളരെ നമുക്ക് അത്ഭുതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങൾ വരച്ച ചിത്രങ്ങളൊക്കെ കണ്ടു, വളരെ മനോഹരമായിരിക്കുന്നു. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടുക എന്നുള്ളതല്ല, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്നേഹിക്കുന്നു, ആശംസിക്കുന്നു. അവരുടെ കൂടെ വന്ന മാതാപിതാക്കളോടും എൻ്റെ കടപ്പാടും നന്ദി ഞാൻ അറിയിക്കുന്നു. ബറോസ്, ഞാൻ സിനിമയിൽ വന്നിട്ട് 47 വർഷമാകാൻ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ എടുത്തു എന്ന് ചോദിച്ചാൽ അതൊരു നിമിത്തമായി മാറി, അതൊരു ഹാപ്പനിങ് എന്ന് പറയും. അപ്പോൾ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നത് ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ കാണാവുന്നൊരു ചിത്രമായിരിക്കണം ഞാൻ എടുക്കേണ്ടത്. അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമ തന്നെ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവസാനം നമുക്കൊരു 3D സിനിമയിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു 3D സിനിമ ഇന്ത്യയിൽ ഒരാൾ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് വന്നത് മീഡിയ കുട്ടിച്ചാലനായിരുന്നു. അതിനുശേഷം മാജിക് എന്നൊരു സിനിമ ട്രൈ ചെയ്തു. ശിവാക്ക ഇൻസാഫ് എന്നൊരു ഹിന്ദി സിനിമ ട്രൈ ചെയ്തു. അതൊന്നും വളരെ സക്സസ്ഫുൾ ആയില്ല. 3D സിനിമ ചെയ്യാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ 2 കണ്ണുകളായിട്ടാണ് 2 ക്യാമറയെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, ടെക്നിക്കൽ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചേർന്ന് ചെയ്യുന്ന ഒരു സിനിമ കുട്ടികളെയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി 4 വർഷത്തോളം ഞങ്ങൾ പരിശ്രമിച്ചു. തുടങ്ങിയ ശേഷം കോവിഡൊക്കെ വന്ന് സിനിമയ്ക്ക് ഒരുപാട് പ്രോബ്ലമൊക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെ മറികടക്കുന്നത് ഇത്തരത്തിലൊരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ സ്നേഹം കാണുന്നത്. എന്തായാലും വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സിനിമയാണ്. രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് ധൈര്യപൂർവ്വം പോയി കാണാവുന്നൊരു സിനിമയാണ്. പിന്നെ എല്ലാ കുട്ടികൾക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്. ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്തും ഞാൻ എൻ്റെ അമ്മയുടെയും അമ്മമ്മയുടെയും അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തത്തിലുള്ള ഓരോരുത്തരുടെ കൂടെയൊക്കെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ കൂടുതലും ഈ ഭൂതപ്രേത പിശാചുക്കളുടെ കഥകൾ കേൾക്കാനൊക്കെയാണ് ഇഷ്ടം. ഭയപ്പെടുത്താനല്ല, അല്ലെങ്കിൽ ഭയക്കാനല്ല. അതൊരു ലഹരിയാണ് കുട്ടികളിൽ ഒരു ഭൂതം എന്ന് പറയുന്നത്. അത് നല്ലവനായ ഭൂതം, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഭൂതമാണ് ബറോസ്. ഒരു കുട്ടിയെ ട്രാൻസ്ഫോം ചെയ്യുക, ആ കുട്ടിയിലുള്ള നന്മയെ കണ്ടെടുത്ത് ആ കുട്ടിയെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കഥ കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. ഒരു സിനിമയല്ലത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മുടെ വിശ്വസ്തത, നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, ചെറിയ ചെറിയ കാര്യങ്ങളായാലും അദ്ദേഹം 400 വർഷമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് സക്സസ്ഫുള്ളായി മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് കഥ. അപ്പം ഞാൻ വിചാരിച്ചൊരു കുട്ടി ഭൂതവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പം നമ്മളിൽ എല്ലാവരിലും ഒരു കുട്ടിയുണ്ട്, വലിയ ആൾക്കാരിലും ഒക്കെ ഉണ്ട് കുട്ടി. അതിനൊരു 3 ചൈൽഡ് അഡൽട്ട് പേരൻ്റ് എന്നൊക്കെ പറയും. അപ്പോൾ വലിയ ആൾക്കാരിലെ കുട്ടികൾക്കും കുട്ടികളിലെ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ സിനിമ. എല്ലാവരും കാണുക, രസിക്കുക, സന്തോഷിക്കുക, നല്ല ചിത്രമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതിൽ സമ്മാനം കിട്ടിയ ആൾക്കാർ ഈ സ്റ്റേജിലേക്ക് വരും. അവർക്ക് സമ്മാനം കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ ഈ സിനിമ ചെയ്തതിൽ ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞാൻ കാണുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വന്നിട്ട് നിങ്ങൾ ചെയ്തതിലുള്ള വളരെ സന്തോഷം. കാര്യം ഞാൻ ആ ചിത്രങ്ങൾ കണ്ടു. ഓരോരുത്തരുടെ ഭാവനയിൽ അവർ ബറോസിനെയും ആ ഊഡു എന്ന് പറയുന്ന ഡോള്, ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു ആനിമേറ്റഡ് ഒരു ക്യാരക്ടറും റിയൽ ക്യാരക്ടറും നടക്കുന്നത്. നമ്മൾ ഈ അണ്ടർ വാട്ടർ സോങ് കണ്ടു, അതൊക്കെ ആനിമേഷനാണ്. അത് വേറെ ഏത് ഹോളിവുഡ് സിനിമയ്ക്ക് കടപ്പിടക്കത്തക്ക രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിവിടെ കാണുന്ന പോലെയല്ല, 3D കാണുമ്പോൾ വളരെയധികം മാറ്റം ഉണ്ടാകും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാജിക്കൽ വേൾഡിലേക്ക് നിങ്ങൾ പോയതുപോലെ തോന്നാൻ സാധ്യതയുണ്ട്. ഒരു അവകാശവാദവുമില്ല. ഒരു നല്ല സിനിമ ചെയ്യാനുള്ള ഒരു ധൈര്യം, ഒരു പ്രാർത്ഥന, അതൊക്കെ എനിക്ക് കിട്ടി. അതിൽ നിന്ന് ചെയ്യാണ്. നിങ്ങളുടെയൊക്കെ സ്നേഹവും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഈ സിനിമയുടെ പുറകിൽ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൊച്ചു കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും നന്ദി, നമസ്കാരം. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഡിസംബർ 25 വേണ്ടി. ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞ പോലെ ലാലേട്ടന്റെ സിനിമ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നും വേണ്ട. ലാലേട്ടന്റെ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ പോകും കാണാൻ. പക്ഷെ അതിനപ്പുറം ലാലേട്ടന്റെ ഡെബ്യൂ ഡയറക്ഷൻ ആൻഡ് മോർ ദാൻ ദാറ്റ് നമുക്കൊരു 3D സിനിമ. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ആ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ വി വർ ലൈക്ക് വെരി എക്സൈറ്റഡ്. ഒരു
റിയൽ ഹ്യൂമന്റെ കൂടെ ഒരു ആനിമേറ്റഡ് സൈഡ് കേക്ക്, ഇതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണാൻ. ഞങ്ങൾ എല്ലാവരും എന്തായാലും പോയി കാണും. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു ഫീൽ. കാരണം ഞാൻ ശ്രദ്ധിക്കായിരുന്നല്ലോ ലാലേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ അവിടുന്ന് കുഞ്ഞു കുട്ടികൾ വരെ ലാലേട്ടാ ലാലേട്ടാ ലാലേട്ടാന്ന് അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് ലാലേട്ടന് തോന്നുന്ന ആ ഒരു ഫീൽ അതെന്താണ്? അത് പറഞ്ഞറിയിക്കാൻ പറ്റാതാണ്. കാര്യം നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകുക അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുക അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴൊക്കെ ഏറ്റവും ചെറിയൊരു കുഞ്ഞ് ലാലേട്ടാന്ന് വിളിക്കുമ്പോൾ നമുക്കത് വളരെ ഒരു സന്തോഷമാണ്. അതൊരു ഭാഗ്യമാണ്, അതൊരു ബ്ലെസ്സിംഗ് ആണ്. ആ ഭാഗ്യം ജീവിതാവസാനം വരെ എനിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ഒരു ഭാഗ്യമുള്ള ഒരേ ഒരാളാണ്. കാരണം ബാക്കി എല്ലാവർക്കും വേറെ വേറെ സ്റ്റേജസ് ഉണ്ട്. നമ്മള് ചേട്ടൻ കഴിഞ്ഞ് മാമനാവും അല്ലെങ്കിൽ അങ്കിളാവും അപ്പാപ്പനാവും. പക്ഷെ ഇവിടെ എന്നും ലാലേട്ടനാണ്. അല്ലേ അല്ലേ? എല്ലാരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. അപ്പോ ലാലേട്ടൻ എനിക്കിന്ന് വലിയൊരു ടാസ്ക് ഉണ്ട്. ലാലേട്ടൻ ഇരുന്നു. ടാസ്ക് എന്താന്ന് വെച്ചാൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് ലാലേട്ടന് വേണ്ടിയിട്ട്. അപ്പൊ ആ ചോദ്യങ്ങള് ഞാനല്ല ചോദിക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ ഈ വേദിയിൽ വെച്ച് ഈ സദസ്സിൽ വെച്ച് ഒരു കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. ആ കോമ്പറ്റീഷനിലെ വിന്നേഴ്സ് അവർക്കാണ് ലാലേട്ടനോട് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നത്. സോ ഞാൻ അവരുടെ ഇടയിലേക്ക് പോവാണ് ആ ചോദ്യങ്ങൾ ലാലേട്ടനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ലാലേട്ടൻ അവർക്കുള്ള ഉത്തരങ്ങളായിട്ട് റെഡി ആയിട്ടിരുന്നു. പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് ഇരിക്കും, എന്നാലും എനിക്ക് കറക്റ്റ് ആയിട്ട് അവരിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാവരും ഒന്ന് ഇരുന്നേ. ആൻഡ് നമ്മുടെ ആ ഒരു കോntestലെ വിന്നേഴ്സ് ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റ് മാത്രമാണ് എൻ്റെ ഉള്ളത്. ഞാൻ വളരെ റാൻഡം ആയിട്ട് വിളിക്കുകയാണ്. ആദ്യം അമയ അരുൺ എവിടെയുള്ളത്? അമയ 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 അരുൺ. അമയ അരുൺ അവിടെയാണുള്ളത്. ഓക്കെ, ഓക്കെ. സോ ഒന്ന് നിങ്ങൾ ഈ സൈഡ് ഈ ഇതിനൊന്ന് മാറി നിൽക്കുന്ന റിക്വസ്റ്റ് ചെയ്യണം. എല്ലാവരും ഒന്ന് സൈഡിലേക്ക് മാറും. അമയല്ലേ, വാ ഓടി വാ. ലാലേട്ട, അതെ അമയ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമയാണ് ലാലേട്ടനോട് ചോദിക്കാൻ പോകുന്നത്. എന്താണ് ലാലേട്ടനോട് ചോദിക്കാനുള്ള ചോദ്യം? ഈ സിനിമ നന്നായിട്ട് ഓടിയ അങ്ങനെ സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു, കുട്ടികൾക്ക് കൂടെ കാണാവുന്ന. ഇനി ഇതിൻ്റെ ഒരു ഭാഗ്യം അല്ലേ, ഇതിൻ്റെ ഒരു വിജയം അനുസരിച്ചാണ്. എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളൊരു കാര്യം ചെയ്തത് ഒരു സക്സസ്ഫുൾ ആകുമ്പോഴാണല്ലോ മുന്നോട്ട് പോകാൻ തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെയാണ്. നിങ്ങൾ പഠിച്ച് അടുത്ത ഒരു വലിയ മാർക്ക് കിട്ടി അടുത്തത് ക്ലാസ്സിൽ പോയി അങ്ങനെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടാകട്ടെ, മോളും പ്രാർത്ഥിക്കും. ഓക്കെ, താങ്ക് യു. എന്തൊരു വലിയ ചിന്തയാണെന്ന് ആലോചിക്കണം അവരുടെ. കാരണം ലാലേട്ടൻ ഇനിയും സിനിമ ഡയറക്ട് ചെയ്യും. കാരണം അവരുടെ ആഗ്രഹം, അവരുടെ സ്വന്തം ലാലേട്ടൻ ആദ്യത്തെ സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ അത് കുട്ടികൾക്കുള്ള സിനിമയാണ്. അപ്പൊ ഇനിയും ഡയറക്ട് ചെയ്യണമെന്നാണ് അവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം, അല്ലേ? അപ്പൊ ഞാൻ ഞങ്ങളുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഹെലൻ മരിയ ഒന്ന് ഫ്രണ്ടിലേക്ക് വരും. നമ്മുടെ കോൺടെസ്റ്റിലെ വിന്നേഴ്സ് ഒക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നാൽ നന്നായിരുന്നു. ഹെലൻ ഒന്ന് ഓടി വരണം. ആൻഡ് വേദിക ബിബിൻ. വേദികയാണോ? ഓക്കെ, ഞാൻ വേദികയിലേക്ക് ആദ്യം വരാം. ലാലേട്ടൻ, അത് നമ്മളെ അടുത്ത ചോദ്യം വേദിക.